മലയാള സിനിമയുടെ സൂപ്പർ താരം എന്നതിലുപരി ലഫ്റ്റനന്റ് കേണൽ പദവി നേടിയിട്ടുള്ള താരമാണ് മോഹൻലാൽ. ഈ പദവി കിട്ടിയതിന്റെ പേരിൽ മുൻപ് പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിമർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് സന്ദർശിക്കാൻ മോഹൻലാൽ പട്ടാളക്കാരനായി എത്തിയിരുന്നു. മാത്രമല്ല, തന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നിട്ടും സോഷ്യൽ മീഡിയ മോഹൻലാലിനെ വിമർശിക്കുകയാണ്. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എഴുത്തുകാരൻ കൂടിയായ സന്ദീപ് ദാസ്. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. വയനാടിന്റെ മണ്ണിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചിലർ ലാലിനെ വെറുപ്പുകൊണ്ട് പൊതിയുകയാണ്. ലാൽ കാണിക്കുന്നത് ചീപ്പ് ഷോ ആണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ല എന്ന് ചിലർ വിമർശിക്കുന്നു. ഇവൾ എവിടെ പോയിട്ട് എന്ത് കാട്ടാനയാണ് എന്ന് ചോദ്യം ഉന്നയിക്കുന്നു. മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. കണ്ണുനീർ കൊണ്ട് പ്രളയമുണ്ടായ പ്രദേശത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാൽ വയനാട് സന്ദർശിച്ചത്. അതിനെ പോസിറ്റീവായിട്ടല്ലേ സമീപിക്കേണ്ടത്. ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഒരു ചെറിയ വീടിന്റെ ഉമ്മറത്ത് ഒരു കൂട്ടം ജവാന്മാർ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്ന കാഴ്ച. വയനാട്ടിലുള്ള ആർമി ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വെ നീണ്ടു നിവർന്ന് കിടന്നിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാവും. അത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2000-ഓളം ആളുകളാണ് വയനാടിന്റെ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. സൈനികരും മറ്റുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാധാരണക്കാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട്. അവർക്ക് ഊർജം പകരാൻ മോഹൻലാലിന്റെ വരവിന് സാധിക്കും. മലയാളികൾക്ക് ഇദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ഈ ദുരന്തത്തിൽ 100-ലേറെ പേർ മരിച്ചു കഴിഞ്ഞു. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരുടെ ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് ആലോചിച്ച് നാം ഇപ്പോഴും വിഷമിപ്പിക്കുകയാണ്. ആ സാധുക്കളെ കാണാനാണ് മോഹൻലാൽ പോയത്. അവരുടെ ദുഃഖം പൂർണ്ണമായും മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. പക്ഷെ അവർക്ക് ചെറിയൊരു ആശ്വാസം പകരാൻ മോഹൻലാലിന് സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി ലാൽ 25 ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന കാര്യവും മറക്കരുത്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മാതൃകയാവുകയാണ്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചപ്പോൾ ആളുകൾ കോപാകുലരാകുന്നു. അദ്ദേഹം അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു തരത്തിൽ വിമർശനം ഉയരുമായിരുന്നു. ഇയാൾക്ക് എന്തിനാണ് കേണൽ പദവി കൊടുത്തത് എന്ന് പലരും ചോദിക്കുമായിരുന്നു. ലാൽ എന്ത് ചെയ്താലും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന പ്രവണത ശരിയല്ല. മോഹൻലാലിനെ കണ്ടപ്പോൾ വയനാട്ടിലെ ആളുകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കുന്നുണ്ട്. ലാലിനോട് ഐക്യപ്പെടാൻ എനിക്ക് അത് മാത്രം മതിയാകും എന്ന് പറഞ്ഞാണ് സന്ദീപ് ദാ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് കുറിപ്പിൽ പ്രതികരണവുമായി എത്തുന്നത്. പതിവ് പോലെ വിമർശനങ്ങളും കുറിപ്പിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും അതിനെയെല്ലാം സ്നേഹം കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ.